പോകുന്നത്. കാളിയമ്പുഴയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 പേരുടെ മരണം ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ബസ് കലുങ്കിലിടിച്ച ശേഷം പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഡ്രൈവർ അയ്യോ എന്നൊന്ന് വെക്കുന്ന കേട്ടു. പിന്നെ നോക്കുമ്പോൾ നേരെ കുത്തനെ പുഴയിലോട്ട് ബസ് മറിയുന്നതാണ് കാണുന്നത്. ഞാനൊരു കമ്പി കഷ്ണത്തെ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. എല്ലാവരും ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ താഴോട്ട് പോവുക. അപ്പം ബ്ലഡൊക്കെ ഇങ്ങനെ ഒഴുകുക. അത് കണ്ട് എല്ലാവരും ഞങ്ങൾ ഓടി കാറിപ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്ന് അവരെ പിടിച്ച് കയറ്റി. പിന്നെ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് വണ്ടി പൊക്കാനൊക്കെ പറ്റി. ബസ്സിൻ്റെ നടുക്ക് ഭാഗത്ത് ഇങ്ങേര് ഏറ്റവും ബാക്ക് ഭാഗത്ത് ഞങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. വെള്ളത്തിൻ്റെ എൻ്റെ ഫ്രണ്ടിൽ രാത്രി ഞാൻ ഇത്ര വെള്ളത്തിലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കലമുത്തി പോയി വെള്ളം കൊണ്ട്. ഞാൻ പിന്നെ അങ്ങനെ പിടിച്ചു നിന്നു, ബസ്സിൻ്റെ കമ്പിയിലോട്ട് പിടിച്ചു നിന്നു. ഞാൻ കരഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്ക് മോനെന്ന് പറഞ്ഞു. സിനോജ് തോമസും MM രാകേഷും നൽകും കോഴിക്കോട് നിന്ന് വിവരങ്ങൾ. സിനോജിലേക്കാണ് ആദ്യം. സിനോജ്, ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ ബസ് പൂർണ്ണമായും ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റാരും അവിടെ കുടുങ്ങിയിട്ടില്ല എന്ന് ഉറപ്പിക്കാനായോ? വിനീത, രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഈ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്താൻ തന്നെ സാധിച്ചത് ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തൊഴിലാളികളും ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അപകടം നടന്ന ഉടനെ തന്നെ ബസ് ഉയർത്താനും ബസ്സിൽ കുടുങ്ങിക്കിടന്ന എല്ലാവരെയും പുറത്തെടുക്കാനും സാധിച്ചത്. 4 പേരാണ് ബസ്സിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നത്. അവരെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചു. 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. 2 പേരും സ്ത്രീകളാണ്. 61 വയസ്സുള്ള കണ്ടപ്പഞ്ചാൽ സ്വദേശിനിയായ കമല വാസു, അതോടൊപ്പം തന്നെ ആനക്കമ്പൽ സ്വദേശിനി ത്രേസ്യാമ്മ 75 വയസ്സ് എന്നിങ്ങനെ 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 26 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ കണ്ടക്ടർ മുഖത്തിനാണ് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തെ അല്പസമയം മുൻപ് ഞാൻ നിൽക്കുന്ന ഈ ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബസ് ഓടിച്ചത് തിരുവമ്പാടി ഡിപ്പോയിലെ ഡ്രൈവറായ ഷിബു ആണ്. ഷിബുവിന് വാരിയൽ ഉൾപ്പെടുന്ന ഭാഗത്തൊക്കെ തന്നെ ഗുരുതരമായി പരിക്ക് പറ്റി. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലുള്ള വിവിധ 6 ആശുപത്രികളിലാണ് പരിക്ക് പറ്റിയവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ലിസ ആശുപത്രി, തിരുവമ്പാടിയിലെ ലിസ ആശുപത്രിയിലേക്കാണ് പരിക്ക് പറ്റിയ ആളുകളെ എത്തിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ലിസ ആശുപത്രിയിൽ നിലവിൽ 12 പേർ ചികിത്സയിലുണ്ട്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അവിടെ നിന്ന് അറിയിക്കുന്നു. ഞാൻ നിൽക്കുന്ന ഈ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ 6 പേരും ചികിത്സയിൽ കഴിയുകയാണ്. ഇവിടെയാണ് ഡ്രൈവർ ഷിബു ഉള്ളത്. അദ്ദേഹത്തെ ഒരു പക്ഷേ മറ്റ് ആശുപത്രിയിലേക്ക്, നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ അപകടത്തെക്കുറിച്ച് യാത്രക്കാർ പറയുന്നത് പെട്ടെന്ന് ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് നിർമ്മാണം നടക്കുന്ന റോഡാണ്. അതുകൊണ്ട് ബസ് വളരെ വേഗത്തിലായിരുന്നില്ല. പെട്ടെന്ന് ഒരു സ്ത്രീ പറഞ്ഞത് ഡോക്ടർ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ടു. പെട്ടെന്ന് തന്നെ ബസ് ഈ പാലത്തിൻ്റെ കൈവേരിയിലിടിച്ച് പുഴയിലേക്ക് തലകീഴിയായി മറിയുകയായിരുന്നു. ബസ്സിൽ 28ഓളം പേരാണ്, ജീവനക്കാർ ഉൾപ്പെടെ 28ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാരുണ്ടായിരുന്നില്ല. ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞ് 2-3 പേർ മാത്രമാണ് ബസ്സിൽ നിന്നിരുന്നത്. ഒരു പക്ഷേ ഇത് വൈകുന്നേരമാണെങ്കിൽ, സ്കൂൾ ടൈമിലൊക്കെ തന്നെയാണെങ്കിൽ 2 ബസ്സിന് കയറാനുള്ള ആൾ ഒരു ബസ്സിൽ കയറാറുണ്ടെന്ന് KSRTC ജീവനക്കാർ തന്നെ നേരത്തെ സാക്ഷ്യപ്പെടുത്തിയതാണ്. കാരണം ബസ്സുകൾ കുറവുള്ള റൂട്ടായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ ബസ്സുകളിൽ കയറാറുണ്ട്. പക്ഷേ ഉച്ച സമയമായതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കുറഞ്ഞത് തന്നെ. അങ്ങനെ ഈ ബസ് പെട്ടെന്ന് ഈ തലകീഴായി മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. എല്ലാ ആളുകളും പിൻസീറ്റിലിരുന്ന ആളുകൾ ഉൾപ്പെടെ മുന്നിലേക്ക് പോവുകയും ഈ ബസ്സിന് മുൻഭാഗത്തേക്ക് പോവുകയും വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്തു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെയൊക്കെ തന്നെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പൊക്കെ തന്നെ അവിടെ പ്രാഥമികമായി അന്വേഷണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. താമരശ്ശേരി DSP പറയുന്ന പ്രാഥമിക വിവരമെന്ന് പറയുന്നത് ബസ് സഡൻ ബ്രേക്ക് ഇട്ടതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് എതിരെ ഏതെങ്കിലും വണ്ടി വന്ന സമയത്ത് ബസ് സഡൻ ബ്രേക്ക് ഇട്ട് അങ്ങനെ ബ്രേക്ക് ഇട്ട് നിൽക്കാതെ ഇടുങ്ങിയ പാലമാണ് ഈ പുഴയിൽ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത്. അങ്ങനെ ആ ബസ് ഈ പാലത്തിന് കൈവരിയിൽ ഇടിച്ച് പുഴയിലേക്ക് മറിഞ്ഞതാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. മന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTC ജീവനക്കാർ ഈ എല്ലാ ആശുപത്രിയിലെത്തി പരിക്ക് പറ്റിയവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ KSRTCയുടെ ഭാഗത്തുനിന്നും അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ദാരുണമായ ഒരു അപകടം, 26 പേർ പരിക്കുപറ്റി വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. 2 പേർ ഈ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിനീത, MM രാകേഷ് കൂടി ചേരുന്നുണ്ട്. രാകേഷ്, എന്താണിപ്പോൾ പ്രദേശവാസികൾ, ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത്? അപകടത്തിന്റെ കാരണം എന്താണെന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഈ ബസ് തലകീഴായി മറിയുകയായിരുന്നു എന്നാണ് അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഈ അപകട കാരണം സംബന്ധിച്ച് ഇപ്പോഴും ഇതുവരെയും വ്യക്തതയില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഒപ്പം തന്നെ PWD, ഒപ്പം തന്നെ പോലീസ്, ഇങ്ങനെ സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുമെന്നാണ്
റൂറൽ SP നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് 20 ദിവസത്തിനിടെ തിരുവമ്പാടി ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള 3 അപകടങ്ങളുണ്ടായി. 3ഉം KSRTC ആയിരുന്നു. ഏറ്റവും കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കുള്ളൊരു സംശയമാണ്, ഇത് നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻഷുറൻസ്, ഈ ബസ്സിൻ്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതാണ് എന്നുള്ളതാണ് നമ്മൾ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ 26 സെപ്റ്റംബർ 2020 ഈ ബസ്സിൻ്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പരിശോധനയിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കേണ്ടതുണ്ട് വിനീത. ഈ 20 ദിവസത്തിനുള്ളിൽ നടന്ന 3ാമത്തെ അപകടമാണിത്. 2 അപകടങ്ങളും ബ്രേക്ക് നഷ്ടപ്പെട്ട് മതിലിൽ ചെന്ന് ഇടിച്ചാണ് കക്കാടംപൊയിലും ഒപ്പം തന്നെ റൂറലായിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് നടന്ന അപകടങ്ങൾ അവസാനിപ്പിച്ചത്. ഡ്രൈവർമാർ വലിയ അപകടമില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം നടന്ന 3ാമത്തെ അപകടമാണിത്. ഈ സമയത്ത് തന്നെ നാട്ടുകാരുൾപ്പെടെ ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ, വയനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു റൂട്ടാണിത്, ആനക്കാംപൊയിൽ റൂട്ട്. ഈ റൂട്ടിലൂടെ ഏറ്റവും തിരക്കുള്ള ഒരു റൂട്ട് കൂടെയാണ്. ഏറ്റവും കൂടുതൽ KSRTCക്ക് വരുമാനമുള്ള ഒരു റൂട്ട് കൂടെയാണ്. ആ റൂട്ടിൽ ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് അനുവദിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ പാലത്തെ സംബന്ധിച്ചും, പാലം ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചിട്ടുള്ള പാലമാണ്. പാലത്തിൻ്റെ കൈവരി നമുക്ക് കാണാം. കൈവരികളില്ല ഒരു വശത്തുണ്ടായിരുന്നതാണ് താഴെ പോയത്. ഏറ്റവും ദുർബലമായിട്ടുള്ള കൈവരികളായിരുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുമെന്നുള്ളതാണ് നമ്മളോടിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഗതാഗത വകുപ്പ് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യ പരിശോധന നടത്തിയത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുകളിൽ നിന്ന് ഒരു തവണ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, അതിനുശേഷമാണ് താഴത്തേക്ക് വാഹനം വന്നിട്ടുള്ളത്. താഴത്ത് ബാക്ക് ടയറുകൾ ബ്രേക്ക് ഇട്ടതിൻ്റെ അടയാളമുണ്ട്. പക്ഷേ ഏതെങ്കിലും വാഹനം വരികയാണെങ്കിൽ വലത് വശത്തേക്ക് എങ്ങനെയാണ് വാഹനം പോയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും വണ്ടിയുടെ സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക്. ശരി, ഏതായാലും അപകടത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപകടത്തിൽപ്പെട്ട ഒരാളുടെ നില മാത്രമാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് സിനോജ് തോമസും MM രാകേഷും കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.